പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് ആൻഡ്സ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പ്രിസ്കില്ല മാത്യൂസ് ഓൺ ദ ലൈൻ. പ്രിസ്കില്ല, വുഡ് യു പ്ലീസ്? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ നമുക്ക് കൂടി വരുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്നെ ക്ഷമിച്ച മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് മാത്യു അപ്പച്ചനോടും മറ്റെല്ലാവരോടും ദൈവനാമത്തിൽ വന്ദനം പറയുന്നു. നമുക്ക് ഈ നിമിഷം നമ്മുടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇത്രയും സ്നേഹം തന്ന ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ചേർന്ന് സ്തുതിച്ച് ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും
സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഈ സ്നേഹം, വലിയേറിയ സ്നേഹം. ക്രൂശിൽ മരിച്ചപ്പോഴും നമ്മളെ മറക്കാതെ നമ്മളെ ഇപ്പോഴും സ്നേഹിക്കുന്ന ദൈവം. നമുക്ക് നമുക്ക് സ്തുതിച്ചാർത്ത്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് ബോംബെയിൽ നിന്ന് സിസ്റ്റർ രശ്മി വിനോദാണ്. ഹൈന്ദവ മാർഗത്തിലൂടെയാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാനിടയായി തന്റെ മാതാവിന്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് നിമിത്തം വളരെ ഭാരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വചനവുമായി തന്നെ സമീപിച്ച ദൈവഭൃത്യന്മാരെ അനുസരിച്ചുകൊണ്ട് തിരുവചനം കേൾക്കുവാനും അതുമൂലം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. തന്നെയുമല്ല, അനേകം അത്ഭുതങ്ങളുടെ വഴിയിലൂടെയാണ് രശ്മി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ യാത്ര ചെയ്തത്. എന്ന് വെച്ചാൽ തീയുടെ ശോധനകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് ദിനംതോറും അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ആ വിശ്വാസത്തിലൂടെ ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പിടിച്ചു വാങ്ങിക്കത്തക്കവണ്ണം അത്ഭുതകരമായി ചില സംഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. തന്റെ ജീവിതത്തിലും തന്റെ ഹസ്ബൻഡ് വിനോദിന്റെ ജീവിതത്തിലും എല്ലാം അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുവാനിടയായി. ഇന്ന് രാവിലെ കാലം നമുക്ക് രശ്മിയുടെ വാക്കുകളിലൂടെ തന്നെ ആ അത്ഭുത സാക്ഷ്യം കേൾക്കുവാനിടയാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സാക്ഷ്യം പറയുന്നതിനായി സ്നേഹത്തോടെ സിസ്റ്റർ രശ്മി വിനോദിനെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ സൗണ്ട് എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാം. ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പ്രഭാതത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിവിധ ടൈം സോണുകളിലാണ്. കർത്താവിന്റെ കൃപയാൽ ഇന്ത്യയിൽ നിന്ന് മുംബൈയിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മധ്യേ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ മോർണിംഗ് 6:20 AM ആണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാല് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഹല്ലേലൂയ വലിയവനായ ദൈവത്തെ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ മാത്യു സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഷെർലി ആന്റിയോടുള്ള സ്നേഹവും അറിയിക്കുന്നു. വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് എന്നെ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള എന്റെ ഹല്ലേലൂയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഞാനൊരു ഹൈന്ദവ മാർഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് രശ്മി വിനോദ്, ഹസ്ബൻഡിന്റെ പേര് വിനോദ്, 2 കുഞ്ഞുങ്ങൾ കെസിയ ആൻഡ് കെവിൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കൃപയാല് ഞങ്ങളുടെ മുംബൈയില് ഹല്ലേലൂയ ജോലിയും മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നാട്ടില് കേരളത്തില് എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് പുല്ലുളങ്ങര എന്ന ഹല്ലേലൂയ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരിന് പോലും ഒരു ക്രിസ്ത്യാനികൾ ഇല്ലാത്ത ഒരു ദേശമെന്ന്. ബെന്തിക്കോസുകാരെന്ന് മാത്രമല്ല ഹല്ലേലൂയ ഒരു അല്ലാതെ തന്നെയുള്ള ഒരു യാതൊരു ക്രിസ്ത്യാനിറ്റി ഇല്ലാത്ത ഒരു ദേശത്ത് ഹല്ലേലൂയ ഹിന്ദുക്കൾ മാത്രം ജനിച്ച് ഹല്ലേലൂയ ഹിന്ദുക്കളുടെ മാത്രമായ ഒരു ലൊക്കേഷനാണ് അത്. ഹല്ലേലൂയ. അവിടെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിലാണ് ഞാൻ പൂർത്തീകരിച്ചത്. ഏകദേശം എൻ്റെ 10ാം ക്ലാസ് അതായത് 10th ശേഷം എൻ്റെ മാതാപിതാക്കൾ ജോലിയോടുള്ള ബന്ധത്തിൽ മുംബൈയിലായിരുന്നത് കൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനായിട്ട് മുംബൈയിലേക്ക് കടന്നു വന്നത്. എന്നാൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കൾ ജോലിയോടുള്ള ബന്ധത്തിൽ മുംബൈയിലായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ്മായോടൊപ്പം കേരളത്തിലാണ് ഞാൻ ഹല്ലേലൂയ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ഭവനത്തിൽ തന്നെ സ്വന്തമായ ക്ഷേത്രവും പൂജയും ഉത്സവങ്ങളും ഹല്ലേലൂയ അങ്ങനെ ഹൈന്ദവപരമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വളരെ ശക്തമായിട്ട് അനുഷ്ഠിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്പോഴും ഹല്ലേലൂയ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ആ ഭവനത്തിൽ ഇപ്പോഴും ഹല്ലേലൂയ എല്ലാ വർഷവും ഹല്ലേലൂയ കുടുംബക്ഷേത്രത്തിലേക്ക് മുടി എഴുന്നള്ളത്ത്, പറ എഴുന്നള്ളത്ത്, താലപ്പൊലി തുടങ്ങിയ എല്ലാ ചടങ്ങുകളും നടക്കുമ്പോഴും
കർത്താവായ ഹാലേലിയ യേശു ക്രിസ്തുവിന്റെ സ്നേഹം മൂലം ഹാലേലിയ ഞങ്ങളുടെ ഒരു കുടുംബം മാത്രമാണ് അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. ബാക്കി എല്ലാവരും ഞങ്ങളുടെ പാരമ്പര്യമായ ചടങ്ങുകളും പൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ അതിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം 15 വയസ്സ് വരെ ഞാൻ എൻ്റെ ഗ്രാൻഡ്മായോടൊപ്പം ആയിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ്മയാണ് രാവിലെയും വൈകുന്നേരവും എൻ്റെ കുടുംബത്തിലെ ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുന്നതും അതുപോലെ ക്ഷേത്ര സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഗ്രാൻഡ്മ ആക്റ്റീവ് ആയിരുന്നത് കൊണ്ട് ഗ്രാൻഡ്മയുടെ പേരക്കുട്ടിയായിട്ട് ഞാൻ എപ്പോഴും കൂടെ നടക്കുന്ന ആളായിരുന്നത് കൊണ്ട് ഞാനും അതിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തുക, നാമം ജപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ചെറുപ്പം മുതലേ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ കുടുംബത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതിനുശേഷം എൻ്റെ മാതാപിതാക്കളുടെ ഹാലിലെ അടുത്ത് മുംബൈയിലേക്ക് ഞാൻ കടന്നു വന്ന് തുടർന്നുള്ള വിദ്യാഭ്യാസം അവിടെ കംപ്ലീറ്റ് ചെയ്തു. കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ജോലിയിൽ ഞാൻ പ്രവേശിച്ചു. ആ സമയത്ത് ഹാലലിയ ഇവിടെ ഞങ്ങൾ മുംബൈയിലായിരിക്കുന്ന എൻ്റെ ഹാലലിയ ലൊക്കേഷനിലും എൻ്റെ പപ്പ ഇവിടെ അയ്യപ്പ സേവാ മണ്ഡലിന്റെ പ്രസിഡന്റായിട്ട് ഹാലലിയ ജോലിയോടൊപ്പം തന്നെ ഇവിടെയും ഹാലലിയ ശബരിമലയിൽ പോകുന്ന മണ്ഡല പൂജ, അങ്ങനെ മാലയിടിയിൽ, അതുപോലെ ഇവിടെയുള്ള മലയാളി അസോസിയേഷൻകാർ ഒരുമിച്ച് ചേർന്ന് ശബരിമല തീർത്ഥാടനം നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലും എൻ്റെ പപ്പ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് മുംബൈയുടെ ദേശത്തും ആയിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിലും ഒരുപാട് വിഗ്രഹങ്ങളെ വെക്കുകയും രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് കൊളുത്തി ക്ഷേത്ര സംബന്ധമായ ഭക്തി ഗാനങ്ങളൊക്കെ ഇട്ട് വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു മുംബൈയിലും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഹാലലൂയ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മാതാവിന് ചില ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നടന്ന ടെസ്റ്റിൽ എൻ്റെ മമ്മിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് കടന്നു വന്നത്. ആ സമയത്ത് ഹാലേലുയ എന്തു ചെയ്യണം, ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് എങ്ങനെ ഒരു വിടുതൽ കിട്ടുമെന്ന് ഭാരപ്പെട്ടിരുന്ന ഹാലേലുയ ഞങ്ങൾ പല അമ്പലങ്ങളിലും പല നേർച്ചകളും കാഴ്ചകളും ഒക്കെ എൻ്റെ മമ്മിയുടെ ആയുസ്സിനു വേണ്ടി ചെയ്തെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്നാൽ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന ചില ആന്റിമാര് എൻ്റെ കുടുംബത്തിൽ കടന്നു വരുവാനും ഹാലേലുയ അതുവരെ എൻ്റെ വീടിന്റെ ആ ഒരു സിറ്റുവേഷനിൽ ആരും കടന്നു വരാൻ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്നവര്, കാരണം വീട് എന്ന് പറയാൻ പറ്റത്തില്ല, അമ്പലം എന്ന് വേണം പറയാൻ, അതുപോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രകാരം ഹാലലൂയ എൻ്റെ മമ്മിയുടെ അസുഖത്തെ തുടർന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാനും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ അറിയിക്കുവാനും ഇടയായി തീർന്നു. ഹാലലൂയ. ആ സമയത്ത് ഈ സഹോദരിമാര് കടന്നു വന്ന് ദിനം പ്രതി എൻ്റെ മമ്മിക്ക് വേണ്ടി ഹാലലൂയ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കടന്നു വന്ന് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹാലലൂയ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ആശ്ചര്യമായിരുന്നു. കാരണം ഹൈന്ദവര് ക്ഷേത്രങ്ങളിൽ പോയാലും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ കഴിച്ചു പോരുന്നതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ അതുവരെ കണ്ടിട്ടേയില്ല. എന്നാൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില സഹോദരിമാര് എൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ മമ്മിക്ക് വേണ്ടി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഇതിന്റെ പിന്നിലുള്ള സ്നേഹം എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ എന്നിൽ ഉണ്ടായി തുടങ്ങിയിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപയാല് ഹാലലിയ എൻ്റെ മമ്മിയുടെ കൂടെ ജോലി ചെയ്ത പല സഹപ്രവർത്തകരും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മമ്മിയുടെ അന്നത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഹാലലിയ പറഞ്ഞു, ഇനി ഒരിക്കലും ഹാലലിയ, എൻ്റെ മമ്മിയുടെ പേര് സുശീല എന്നാണ്. അപ്പോൾ അവര് പറഞ്ഞാണ്, സുശീല മേഡം ഇനി ഒരിക്കലും സൗഖ്യത്തോടെ ഈ ഓഫീസിലേക്ക് കടന്നു വന്ന് ഇനി ജോലി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ഏകദേശം മരണത്തോടടുത്തു എന്ന് ഹാലലിയ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ പറഞ്ഞ സ്ഥാനത്ത് പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയിൽ അത്ഭുതകരമായ സൗഖ്യം എൻ്റെ മമ്മിക്ക് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ഒരിക്കലും ഹാലലിയ കടന്നു ചെന്ന് ആ ഓഫീസിൽ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഏകദേശം 18 വർഷം കൂടെ ആ ഓഫീസിൽ കടന്നുപോയി സർവീസ് ചെയ്യുവാനും ഹാലലിയ ദൈവത്തിന്റെ കൃപയാൽ ഇന്നും പൂർണ്ണമായ ആരോഗ്യത്തോടും ബലത്തോടും ഞങ്ങളുടെ മധ്യേ ആയിരിക്കാന് ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ. എൻ്റെ മമ്മിയുടെ കൂടെ ഹാലേലുയ ഞങ്ങൾക്ക് പരിചയമുള്ള പല ആന്റിമാർക്കും ഇതേ അസുഖം ബാധിച്ചു. അവരൊക്കെ എൻ്റെ മമ്മിയെക്കാളും ചെറുപ്പമായിരുന്നു.
സാമ്പത്തികമായി ഞങ്ങളെക്കാളും ഹൈ ലെവലിലുള്ള ആൾക്കാരായിരുന്നു. ലോകത്തിന്റെ ഏത് കോണിലും കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുവാനും റെക്കമെൻഡ് ചെയ്യുവാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്ന പലരും ഹാലേലൂയ ആയുസ്സിൽ ചെറുതായിരുന്നവർ പോലും ഹാലേലൂയ ഈ ലോകത്ത് നിന്ന് ആ അസുഖത്തിലൂടെ മരണത്തിലൂടെ ഹാലേലൂയ മാറ്റപ്പെട്ടപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് എൻ്റെ മമ്മിക്ക് സൗഖ്യം കൊടുത്തു. ഇന്നും പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ ഞങ്ങൾ ആയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പബ്ലിക്കായിട്ട് ചർച്ചിൽ പോകുവാനോ യേശുവിനോട് പ്രാർത്ഥിക്കുവാനോ ഒന്നും പറ്റാത്ത ഒരു അവസരമായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ സഹോദരിമാർ കൊണ്ട് തന്ന ബൈബിള് വായിച്ച് അങ്ങനെ രഹസ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിനടുത്ത് 1-2 ആന്റിമാര് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വീടുകളിലൊക്കെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞങ്ങൾ രഹസ്യമായിട്ട് അവിടെ പോയി മീറ്റിങ്ങുകളിൽ കൂടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ആന്റിയുടെ ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ആദ്യമായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ ദൈവജനം വളരെ ശക്തമായിട്ട് ആരാധിക്കുന്നു, അന്യഭാഷ പറയുന്നു, സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. ഇതിന്റെ ഒന്നും അർത്ഥം എന്താണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇവർ കൈയടിക്കുന്നതെന്നോ അല്ലെ ഇവർ പറയുന്ന ഭാഷ എന്താണെന്നോ ഒന്നും അറിയാതെ ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കടന്നു പോകുന്നത്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ദൈവദാസൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകമായ ഒരനുഭവം ഞങ്ങൾക്ക് ആ സമയത്ത് ഫീൽ ചെയ്തില്ല എങ്കിലും ഞാൻ പിന്നത്തേതിൽ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഹാലേലൂയ ഞാൻ പിറ്റേ ദിവസം രാവിലെ ജോലി ചെയ്യുന്ന ഹാലേലൂയ എൻ്റെ ഓഫീസിലേക്ക് പോകുവാനായിട്ട് എൻ്റെ കുടുംബത്തിലെ ഒരു രീതി എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പപ്പ എണീറ്റാൽ ഉടനെ കുളിച്ച് വന്നിട്ട് വിളക്ക് കൊളുത്തി വെക്കും. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം വിളക്ക് കൊളുത്തിയെടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് എവിടെങ്കിലും പോകണമെങ്കിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ട് പപ്പ വിളക്കെല്ലാം കൊളുത്തി വെച്ച് ഇരിക്കുന്നിടത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിലക്ക് വരികയാണ്, നീ പോകണ്ട എന്ന്. എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായില്ലെങ്കിലും ഞാൻ അതനുസരിച്ച് പോയില്ല. ഞാൻ ജോലിക്കായിട്ട് കടന്നുപോയി. വൈകുന്നേരം വരുമ്പോഴും ഞങ്ങൾ വന്ന ഉടനെ മേല് കഴുകിയിട്ട് വന്ന് സന്ധ്യാനാമം ജപിക്കുന്ന ഒരു ചടങ്ങ് എൻ്റെ കുടുംബത്തിലുണ്ട്. വൈകുന്നേരവും ഞാൻ വന്ന് അതുപോലെ തന്നെ സന്ധ്യാനാമം ജപിക്കാനായിട്ട് ഈ വിളക്കൊരുക്കി വെച്ചിരിക്കുന്നിടത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ്, നീ പോകണ്ട എന്ന്. ആരാണ് ഈ പറയുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ അതനുസരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴും അടുത്ത ശബ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്, അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്, അതെടുത്ത് നീ വായിക്കുക. കാരണം പ്രാർത്ഥിക്കാൻ വന്ന ആന്റിമാര് എൻ്റെ കുടുംബത്തിൽ തന്ന ബൈബിള് ഞാൻ എൻ്റെ കോളേജിലെ ബുക്സ് ഒക്കെ വെക്കുന്ന ഷെൽഫിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ വേഗത്തിൽ പോയി ബൈബിൾ എടുത്തിട്ട് ആദ്യമായിട്ട് വായിക്കാനായിട്ട് ആ പേജ് ഞാൻ തുറക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം കണ്ടു. അവിടെ ഞാൻ ഇപ്രകാരം വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വേദപുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് കുറെ പേജ് ഞാനിങ്ങനെ ടേൺ ചെയ്യുമ്പോൾ പുതിയ നിയമം കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, അപ്രകാരം. അപ്പോൾ ഞാൻ കരുതി ഇതൊരു പ്രാർത്ഥനാ പുസ്തകമാണോ? കാരണം അതുവരെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലി ദൈവത്തെ ആരാധിച്ചിരുന്ന എനിക്ക് ഈ പുസ്തകം വെച്ച് എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ വീണ്ടും പ്രേരണ വരികയാണ് മുന്നോട്ട് വായിക്കുവാനെന്ന്. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ആന്റിമാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഒരു ചെറിയ കോപ്പി തരികയാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന എൻ്റെ ഭവനത്തിൽ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വേണമായിരുന്നു ആ സമയത്ത് എനിക്ക് ജോലിക്ക് പോകാൻ. അപ്പോൾ എനിക്ക് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇരുന്ന് വായിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് അവരൊരു പുതിയ നിയമത്തിന്റെ കോപ്പി തന്നു. പ്രിയമുള്ളവരെ, ഞാൻ അതെന്റെ ബാഗിൽ വെച്ചിട്ട് ഡെയിലി ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ട്രെയിനിലിരിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ ഈ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അതുവരെ കൂട്ടുകാരോടൊക്കെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഞാൻ ഈ ബൈബിൾ കയ്യിൽ കിട്ടിയതിന് ശേഷം ട്രെയിനകത്ത് കയറിയാൽ എവിടെങ്കിലും ഒരു കോർണറിൽ സീറ്റ് കണ്ടുപിടിച്ചിട്ട് ഡെയിലി ബൈബിൾ വായിക്കുകയാണ്. ബൈബിൾ വായിക്കും തോറും കർത്താവിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. ഓരോ ദിവസവും ഞാൻ വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്രകാരം ഞാൻ അറിഞ്ഞു, കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു,
കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അങ്ങനെ കേട്ടു വരുമ്പോൾ ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? കാരണം അതുവരെ അമ്പലങ്ങളിൽ പോയി കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, വായുണ്ടായിട്ട് സംസാരിക്കുന്ന മൂഢ വിഗ്രഹങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയ എനിക്ക് ഇങ്ങനെയും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ബൈബിളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ തീരുമാനമെടുത്ത് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദൈവത്തിനു വേണ്ടി ജീവിക്കണം, സേവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കർത്താവിനെ സേവിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ഞാൻ ദിനം പ്രതി ബൈബിൾ വായിക്കുന്നതിലൂടെ കർത്താവിന്റെ ഒരു ഫാനായിട്ട് മാറിയെന്ന് വേണം പറയാൻ. കാരണം എനിക്ക് വല്ലാത്ത ഇങ്ങനെ എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം വിശേഷാൽ എന്റെ മമ്മിക്ക് ദൈവം കൊടുത്ത സൗഖ്യം, അതേപോലെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ ബൈബിളിലൂടെയാണ് കർത്താവിനെ അറിയുന്നത്. എന്നാൽ ഈ ബൈബിൾ വായിക്കും തോറും ദൈവം എന്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുവാൻ തുടങ്ങി. ബൈബിൾ വായിച്ച് മുന്നോട്ട് പോകും തോറും ഹാലേലൂയ എന്റെ കൂട്ടുകാരിൽ നിന്നെല്ലാം ഞാൻ അകന്നു. അതുപോലെ എന്റെ കുടുംബത്തിൽ ഹാലേലൂയ ഹൈന്ദവപരമായിട്ട് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളിൽ നിന്നും ദൈവം എന്നെ സ്വയം മാറ്റി നിർത്തുവാൻ ഇടയായി തീർന്നു. വിളക്ക് കൊളുത്തത്തില്ല, അമ്പലങ്ങളിൽ പോകുന്നത് നിർത്തി, വ്രതങ്ങൾ എടുക്കുന്നത് നിർത്തി, പൂജാ സംബന്ധമായി യാതൊരു കാര്യങ്ങളിലും ഇടപെടാതെ, ആരും പറഞ്ഞു തന്നിട്ടല്ല, ഞാൻ ബൈബിൾ വായിക്കും തോറും കർത്താവിനെ അറിയും തോറും ദൈവം തന്നെ എന്നിൽ ആ ചേഞ്ച് വരുത്തുവാൻ ഇടയായി തീർന്നു. ഇത് എന്റെ മമ്മിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഹാലേലൂയ എന്റെ മമ്മിക്ക് ദൈവം സൗഖ്യം കൊടുത്തെങ്കിലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പബ്ലിക്കായിട്ട് കർത്താവിനെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് രഹസ്യമായിട്ട് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഹൈന്ദവപരമായിട്ടുള്ള പൂജയും കാര്യങ്ങളിലും ഒക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഹാലേലൂയ. എന്നാൽ ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെ ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഹാലേലൂയ അതനുസരിച്ച് എന്നിൽ വന്ന മാറ്റം കണ്ടപ്പോൾ ആ സമയത്ത് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മമ്മി പറയുമായിരുന്നു, കുഞ്ഞെ നിന്നെ എന്തായാലും ഒരു ക്രിസ്ത്യാനി ചെറുക്കന് വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല, അതുകൊണ്ട് നിന്റെ ഭക്തിയൊക്കെ ഉള്ളിൽ മതി, ഹാലേലൂയ പുറമേ ഉള്ള ഈ രീതികളൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയും, കർത്താവിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം അപ്രകാരം ഒരു പങ്കാളിയെ എനിക്ക് ഒരുക്കി തരും. എന്നാൽ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഒരു മകളാണ്, ഒരു സഹോദരനുണ്ട്. എനിക്ക് ഒരിക്കലും എന്റെ മാതാപിതാക്കളെ ധിക്കരിച്ച് ഒരു വിവാഹത്തിന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാലേലൂയ എന്നെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ കല്യാണം കഴിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും, കർത്താവിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അപ്രകാരം ഒരാളെ ഒരുക്കി തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹാലേലൂയ എന്റെ വിവാഹത്തിൻ്റെതായ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടില് കായംകുളത്തേക്ക് കടന്നുപോയി. അങ്ങനെ എനിക്ക് വന്ന വിവാഹാലോചനകളെല്ലാം ഹൈന്ദവ കുടുംബത്തിൽ നിന്നുള്ള ചെറുക്കന്മാർ വന്നു. ഹൈന്ദവ വിവാഹം നടക്കണമെങ്കിൽ ഇങ്ങനെ ജാതകം മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുന്നതിൽ ചിലതൊന്നും ചേരാതെ വന്നു. അതിനുശേഷം ഒരു വിവാഹാലോചന വന്നു. അതും ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് തന്നെ തന്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ വന്നു കണ്ടു. വേഗത്തിൽ അവരെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടില്ല. അദ്ദേഹം ജോലിയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരുന്നു. എന്നാൽ ആ ലീവ് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് വീട്ടുകാർ തമ്മിൽ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുറപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. കല്യാണത്തിനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തു. അപ്പോഴും ഞാൻ മുറിക്കുള്ളിലിരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴും എന്റെ മമ്മി വിലക്കുമ്പോൾ ഞാൻ പറയും, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം അപ്രകാരം ഒരു വഴി ഒരുക്കി തരുമെന്ന് പറയുമ്പോൾ എന്റെ മമ്മി പറയും, ഇനി എന്ത് വഴി? ഹൈന്ദവ കുടുംബത്തിലെ ചെറുക്കനുമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ വിവാഹമാണ്, ഇനി എന്ത് അത്ഭുതം പ്രവർത്തിക്കാനാണ് എന്ന് എന്റെ മമ്മി പറയുമ്പോഴും ഞാൻ ഒട്ടും പിന്മാറിയില്ല. ഞാൻ അപ്പോഴും ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണാതെ വീട്ടുകാരാണ് എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നമ്പർ തന്നു. തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്പർ തന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. കാരണം അവര് എന്റെ കുടുംബത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും പൂജകളും കാര്യങ്ങളും ഞാനൊരു ഹൈന്ദവ പെൺകുട്ടിയാണെന്നുള്ള രീതിയിലാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകത്തില്ല, പൂജ ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് കുടുംബ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഇത് ഞാൻ തുറന്നു പറയുവാൻ ഇടയെത്തിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ബൈബിളാണ് വായിക്കുന്നത്. നിങ്ങൾ എന്റെ കുടുംബത്തിൽ വന്ന് കണ്ടതായി യാതൊരു ചടങ്ങുകളിലോ ആചാരങ്ങളിലോ
വ്രതങ്ങളോ അമ്പല സംബന്ധമായ യാതൊരു കാര്യങ്ങളിലും ഇപ്പോൾ ഞാനില്ല, ഞാൻ യേശുവിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ള സത്യം അദ്ദേഹത്തോട് തുറന്നു പറയുമ്പോൾ വേഗത്തിൽ ഫോൺ കട്ടായി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഇപ്രകാരം കൂടെ ഒരു വാക്ക് പറഞ്ഞു, ഇതിൽ താല്പര്യമില്ല എങ്കിൽ എന്റെ കുടുംബത്തിൽ വിളിച്ചിട്ട് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് ധൈര്യമായിട്ട് പറയാമെന്നും പറഞ്ഞു. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്ട് ആകുമ്പോൾ ഞാൻ കരുതി അദ്ദേഹത്തിന് ഇതിനോട് താല്പര്യമില്ല, വേഗത്തിൽ ഇപ്പൊ എന്റെ പേരൻസിന് ഫോൺ ചെയ്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയും എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ ഞാൻ എടുക്കുമ്പോൾ ഞാൻ കേൾക്കുകയാണ്, പ്രേസ് ദ ലോർഡ് സിസ്റ്റർ, ഞാൻ വിനോദിന്റെ ചർച്ചിലെ പാസ്റ്റർ ആണെന്ന്. ഹാലലൂയ. രശ്മി വിനോദ് എന്ന എന്റെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, വിനോദ് എന്നുള്ളത് എന്റെ ഹസ്ബൻഡ് ആണ്. ഹാലലൂയ. എനിക്ക് കേട്ട മെസ്സേജ് ഇപ്രകാരമാണ്, ഞാൻ വിനോദിന്റെ ചർച്ചിലെ പാസ്റ്റർ ആണെന്ന്. ഹാലലൂയ. ഹൈന്ദവപരമായിട്ട് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹം. ഹാലലൂയ. എന്നാൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ഹാലലൂയ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. പക്ഷേ ദൈവം ഹാലലൂയ ഞങ്ങൾക്ക് വേണ്ടി കരുതിയ ഹാലലൂയ വിധങ്ങൾ, ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് തന്നെ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹം. ഹാലലൂയ. എന്നാലും ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടില്ലെങ്കിലും ഞങ്ങളെ കണ്ട ദൈവം, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയെ തന്നെ ദൈവം ഒരുക്കുവാനിടയായി തീർന്നു. ഹാലലൂയ. സ്തോത്രം. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളുടെ മധ്യയെ ഒന്ന് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹം യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഇപ്രകാരമാണ്, അദ്ദേഹം L&T കമ്പനിയിലാണ് ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് L&T കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഹാലലൂയ തനിക്ക് അല്പമായ ലീവ് ആവശ്യമുള്ളത് കൊണ്ട് ലീവ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജർ പറഞ്ഞു, നീ ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കുമ്പോൾ നിന്റെ കൂടെയുള്ള ആരെങ്കിലും വർക്ക് ഏൽപ്പിച്ചിട്ട് വേണം പോകേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളിനെ വർക്ക് ഏൽപ്പിക്കുവാൻ വേണ്ടി സൈറ്റിലേക്ക് കടന്നുപോയി. അദ്ദേഹം അവിടെ നിന്ന് തന്റെ കൂട്ടുകാരനോട് അടുത്ത ആഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ വർക്കിന്റെ കാര്യം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്, അദ്ദേഹം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഏകദേശം 3.5 ടൺ വെയിറ്റ് ഉള്ള ഒരു കോൺക്രീറ്റ് പില്ലർ എന്തോ ആവശ്യത്തിന് വേണ്ടി ആ സൈറ്റിലെ ആവശ്യത്തിന് വേണ്ടി അവർ വാർത്തു വെച്ചിരുന്നതാണ്. ഏകദേശം 3.5 ടൺ വെയിറ്റ് ഉണ്ട് ആ പില്ലറിന്. അതിങ്ങനെ സൈഡിൽ ചാരി വെച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്ന് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രെയിൻ വന്ന് തട്ടിയിട്ട് ഈ പില്ലർ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീണു. ഏകദേശം 15 മിനിറ്റ് അതിന്റെ അടിയിൽ അദ്ദേഹം കിടന്നതിന് ശേഷം വേറൊരു ക്രെയിൻ വന്നിട്ട് ഈ 3.5 ടൺ വെയിറ്റ് ഉള്ള പില്ലർ എടുത്തു മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ അതിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹാലലൂയ മുട്ടിന്റെ താഴെ വെച്ച് 2 കാലുകളും ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയിരുന്ന ആളിനെ വേറെ കാല് വേറെ എന്നുള്ള അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന. കാലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം മുട്ടിന്റെ താഴെ വെച്ച് ചതഞ്ഞ ആ വലിയ അസ്ഥികൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഹാലലൂയ തകർന്നു പോയ ഒരവസ്ഥയായിരുന്നു. ഹാലലൂയ മാംസം എല്ലാം ചതഞ്ഞരഞ്ഞ് എല്ലുകളെല്ലാം പൊടിഞ്ഞ് ഹാലലൂയ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മട്ടൺ കടയിലൊക്കെ പോയി എങ്ങനെ മട്ടൺ വാങ്ങിച്ചുകൊണ്ടുവരുന്നത് അതുപോലെ വാരി കൂട്ടിയെടുക്കുന്ന ഒരു അനുഭവമായിരുന്നു. മണ്ണും പൊടിയും ചെളിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ വേറെ ഈ മാംസ കഷ്ണങ്ങളെല്ലാം വാരി കൂട്ടി വേറെ ഒരു ഇതിലാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഹാലലൂയ ഈ കാലിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞ്, ഈ കാല് ചേർത്ത് വെക്കുവാൻ ഒരിക്കലും പറ്റത്തില്ല, കാരണം അസ്ഥി എന്ന് പറയുന്നില്ല, 2 അസ്ഥികളും തകർന്നു പോയി. അത് മാത്രമല്ല മാംസമെല്ലാം ചതഞ്ഞരഞ്ഞ് അതിൽ മണ്ണും പൊടിയും ചെളിയും ബ്ലഡും എല്ലാം കൂടെ വല്ലാത്തൊരു പരുവത്തിലിരിക്കുന്ന ആ കാല് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കാല് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടമാണ്, ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അതുകൊണ്ട് ഈ കാല് ചേർത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ വിവാഹം ആ സമയത്ത് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, 2 ദിവസം നമുക്കൊന്ന് ഒബ്സർവേഷനിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഈ കാലുകൾ ഹാലില് അദ്ദേഹത്തെ ബെഡിൽ ഇങ്ങനെ കിടത്തിയിട്ട് സൈഡിൽ ഒരു സ്റ്റാൻഡില് ഈ കാലുകൾ ഇങ്ങനെ ഹാലില് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കാലിന്റെ ഷേപ്പിൽ അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വെച്ചിട്ട് ഡെയിലി രാവിലെയും വൈകുന്നേരവും ഡോക്ടേഴ്സും നേഴ്സസും വന്നിട്ട് എന്തൊക്കെയോ മരുന്നുകൾ ഒഴിച്ച് അത് ക്ലീൻ ചെയ്യും. കാരണം അത് മൊത്തം അഴുക്കാണ് ആ കാലില്.
ബ്ലഡും പഴുപ്പും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി അവരിങ്ങനെ വന്ന് ക്ലീൻ ചെയ്യും. അപ്പൊ 2 ദിവസം നമുക്ക് നോക്കാം, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാലെടുത്ത് മാറ്റാം എന്നുള്ള അവസ്ഥയിൽ. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഈ കാലിന് ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. മാത്രവുമല്ല, ഈ കാലിന്റെ നിറം ചേഞ്ച് ആയി തുടങ്ങി. അതുപോലെ തന്നെ ഈ കാലിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി. കാരണം ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന സാധനമാണ്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതുപോലെ നിറം മാറി തുടങ്ങി, സ്മെല്ല് വെച്ച് തുടങ്ങി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് ഇനി ഈ കാല് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല, ഇതെടുത്ത് കുഴിച്ചു മൂടാം, കാരണം ഇത് ഈ ശരീരത്തിൽ ഇനി ജോയിൻ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണെന്ന് പറഞ്ഞ്. എന്നിട്ട് ആ ഡോക്ടർ തന്നെ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞ്, സോറി വിനോദൻ, ഈ കാല് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല, അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത്, ഈ മുട്ടിന്റെ ഭാഗത്ത് നിന്ന് അടർന്നു പോയതാണല്ലോ, അപ്പൊ മാംസങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നാളെ രാവിലെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മുട്ടിന്റെ താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഈ 2 കാലുകളും കുഴിച്ചു മൂടാം, ആ കാല് രണ്ടും ലഭിക്കത്തില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞു. പിറ്റേ ദിവസം അത് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ 2 ദൈവദാസന്മാര് വിസിറ്റിങ്ങിനായിട്ട് കടന്നു വരികയാണ്. ഹല്ലേലൂയ. അദ്ദേഹം ഈ സമയത്ത് ഈ കാലുകൾ ലഭിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഏകദേശം 25-26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മനോവിഷമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ആക്സിഡന്റ് മൂലം ജോലി ചെയ്യാൻ ഇനി പറ്റത്തില്ല, 2 കാലില്ലാതെ എങ്ങനെ ജോലി ചെയ്യും, ഒരു കുടുംബം ഉണ്ടാകത്തില്ല, ഒന്നും മുന്നോട്ട് പ്രതീക്ഷിക്കാൻ, ഇനി അഥവാ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇതിലും ഭേദം മരിക്കുന്നതാണ്. കാരണം മറ്റൊരാളുടെ സഹായത്തിൽ എത്ര നാൾ ജീവിക്കുക, അതിലും ഭേദം മരിക്കുന്നതാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, മരിക്കണമെങ്കിലും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ പോലും വേറൊരാളുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സത്യം കൂടെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. സ്വയം മറന്നു, ഹോസ്പിറ്റൽ ഞെടുങ്ങുന്ന രീതിയിൽ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിലേക്ക് 2 അഭിഷിക്തന്മാരെ ദൈവം അയച്ചിട്ട് കടന്നു വന്നത്. അവര് അവിടെ വിസിറ്റിങ്ങിനായിട്ട് വന്നതാണ്. ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് അവരോട് പറഞ്ഞു, ഇവിടെ ഹാലിൽ ഒരു മലയാളി പയ്യന് ആക്സിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ നേഴ്സ് ഈ പാസ്റ്റേഴ്സിനെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു, ആക്സിഡന്റിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ആ പാസ്റ്റേഴ്സ് അദ്ദേഹത്തിനോട് യേശുവിന്റെ സുവിശേഷം പറയുവാൻ തുടങ്ങി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇത്രയും നാളെ സേവിച്ച ഒരു വിഗ്രഹങ്ങളും ഒരമ്പലങ്ങളും എന്നെ രക്ഷിക്കാനായിട്ട് വന്നില്ലെങ്കിൽ ആ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ, ഞാൻ ഒരു ഹിന്ദുവാണ്, എന്റെ പ്രാർത്ഥന യേശു കേൾക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവദാസന് സത്യ സുവിശേഷം ഹാലേലൂയ പറഞ്ഞ് യേശു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നതെന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹാലേലൂയ കർത്താവിന്റെ ആ സുവിശേഷം കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പറയുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഈ കാല് തിരിച്ചു തരുവാൻ യേശുവിന് കഴിയുമോ എന്ന് അദ്ദേഹം ഒരു പ്രതീക്ഷയെന്നോണം ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആ ദേവദാസൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 കാലും വേണ്ട, ഒരു കാലെങ്കിലും എനിക്ക് യേശു തിരിച്ചു തരികയാണെങ്കിൽ ഈ കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റാല് ഹല്ലേലൂയ എന്റെ ഇനിയുള്ള ജീവിതം ആ കർത്താവിന് വേണ്ടി ആയിരിക്കുമെന്ന് അദ്ദേഹം ആ കിടക്കയിൽ തീരുമാനിക്കുമ്പോൾ ആ കർത്താവിന്റെ ദാസന്മാര് അദ്ദേഹത്തിന്റെ കിടക്കയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് ഹല്ലേലൂയ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിക്കാൻ അറിയാത്ത അദ്ദേഹം കണ്ണുനീരോടെ കിടക്കയിൽ കിടക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞു, ബ്രദറെ, നിങ്ങൾ സ്തോത്രം എന്ന് മാത്രം സ്തോത്രം പറഞ്ഞുകൊണ്ട് കിടന്നോ, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത അദ്ദേഹം കണ്ണുനീരോടെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് ആ കിടക്കയിൽ കിടക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ അഭിഷിക്തന്മാര് ഹാലേലൂയ കിടക്കയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് ശക്തമായിട്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഏകദേശം ഒരു 15-20 മിനിറ്റോളം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറക്കുമ്പോൾ ആ സ്റ്റാൻഡിൽ നാറ്റം വെച്ച് നിറം മാറി കുഴിച്ചു മൂടാമെന്ന് പറഞ്ഞ കാലിൽ നിന്ന് ബ്ലഡുകൾ ഇറ്റിറ്റ് വീഴുന്നതാണ് കാണുന്നത്. ഹാലേലൂയ. ഒരിക്കലും ഒരു പ്രതീക്ഷയും ഇല്ല. കുഴിച്ചു മൂടാമെന്ന് പറഞ്ഞ് ജീവൻ അറ്റുപോയ സകല ഞാടി ഞരമ്പുകളും തകർന്നു പോയ ആ മാംസ കഷ്ണങ്ങളിൽ നിന്ന് ബ്ലഡ് കാൽവരി ക്രൂശില് ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന ആ രക്തത്തുള്ളികൾ ആ കാലിലേക്ക് വീണിട്ട് അവ ഇറ്റിറ്റ് വീഴുന്നത് കണ്ട് അതിനകത്ത് ജീവൻ വ്യാപരിച്ചു
വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ വേഗത്തിൽ അവര് ഡോക്ടേഴ്സിനെ വിളിച്ചു. ഹാലലൂയ, പെട്ടെന്ന് അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്, കർത്താവിന്റെ മഹത്വം, ഹാലലൂയ, എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ആ കാലില് ഒരു വിരല് പോലും കട്ട് ചെയ്യേണ്ട ആവശ്യം വരാതെ, എന്തിന് ഒരു നഖം പോലും കട്ട് ചെയ്യേണ്ട ആവശ്യം വരാതെ ആ രണ്ട് കാലുകളും ആ ശരീരത്തിൽ ചേർത്ത് വെക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വലിയവ ചെയ്തു. ഹാലലൂയ. ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ആ കാല്, ഹാലലൂയ, ഒരു നഖം പോലും കട്ട് ചെയ്ത് മാറ്റേണ്ടി വരാതെ രണ്ട് അസ്ഥികൾ തകർന്നു പോയി. പക്ഷെ അതിന് പകരം സ്റ്റീലിന്റെ രണ്ട് റോഡുകൾ തന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഹാലലൂയ, ഒരു നഖത്തിന് പോലും പോറലേൽക്കാതെ രണ്ട് കാലുകളും വലിയവനായ ദൈവം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹാലലൂയ. അതിനുശേഷം ഏകദേശം 7 മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷന് ശേഷം വീണ്ടും ചില ദിവസങ്ങൾ കൂടി ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം പതിയെ വോക്കറിൽ നടന്നു തുടങ്ങി. ഹാലലൂയ. എങ്കിലും ഡോക്ടർ പറഞ്ഞു അത്യാവശ്യം റൂമിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാന്നല്ലാതെ വലിയ ഓടാനോ ചാടാനോ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇത്രയും തകർന്നു പോയ കാലാണ്. അതുകൊണ്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഹാലലൂയ ഡോക്ടർ റിപ്പോർട്ടൊക്കെ കൊടുത്തു. ഹാലലൂയ. അതിനുശേഷം വോക്കറിൽ പതിയെ നടന്നു. അതിനുശേഷം സ്റ്റിക്കിൽ പതിയെ നടന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം ദൈവദാസന്മാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരാധനാലയത്തിൽ കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ആദ്യമായിട്ട് ഈ ചർച്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആരെയും പരിചയമില്ല, ഹാലലൂയ, പ്രാർത്ഥിക്കാനൊന്നും അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. അന്ന് അദ്ദേഹം ഏറ്റവും പുറവിലായിട്ട് പോയിരുന്നു. അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നോക്കി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അവിടുത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആത്മാവ് പ്രേരണ കൊടുത്തിട്ട് അദ്ദേഹം വേഗത്തിൽ ബാക്കിലേക്ക് വന്ന് ഈ പുള്ളിയുടെ തലയിൽ പെട്ടെന്ന് കൈവച്ചിട്ട് പറയാണ്, 3 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന്. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അസാധ്യമാണ്. കാരണം ഈ ആക്സിഡന്റ് നിമിത്തം അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ആക്സിഡന്റ് ഒരുവിധം എല്ലാ ആൾക്കാരും അറിഞ്ഞ സംഭവമാണ്. ഈ 2 കാലും വേർപെട്ടു പോയതാണെന്നും ഈ കാലിൽ സ്റ്റീലിന്റെ റോഡാണ് ഇട്ടിരിക്കുന്നതൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ പോലും ഒരു മാതാപിതാക്കൾ ഒരു പെങ്കൊച്ചിനെ തനിക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥ. മൂന്നാമത്തത്, ഈ കാൽ ഇത്രയും ഇൻഫെക്ഷൻ ആയി പഴുത്തു പോയ കാലുകളാണ് ശരീരത്തിൽ ചേർത്ത് വെച്ചത് സ്റ്റീൽ റോഡ് ഇട്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ഹൈ ഡോസ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് മറ്റ് മെഡിസിനുകളൊക്കെ കൊടുത്തത് കൊണ്ട് അഥവാ ഇനി വിവാഹം കഴിഞ്ഞാലും തലമുറകൾ ഉണ്ടാകുവാൻ നോ ചാൻസ്. 100% ഗ്യാരണ്ടി ഡോക്ടർ പറയാണ്, വിവാഹം കഴിഞ്ഞാലും തലമുറകൾ ഉണ്ടാകത്തില്ല. ഈ 3 മെഡിക്കൽ റിപ്പോർട്ടുകൾ കയ്യിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട് പറയാണ്, 3 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം അമ്പരന്ന് പോയി. കാരണം വിവാഹം നടന്നാൽ എങ്ങനെ കുടുംബം പോറ്റും, എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ തലമുറകൾ ഉണ്ടാകത്തില്ല. ഈ വിഷയങ്ങളൊക്കെ ഒളിച്ചു വെച്ച് എങ്ങനെ വിവാഹം നടത്തുമെന്നുള്ള ഭയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പാസ്റ്ററോട് ചോദിച്ചു എന്ത് ചെയ്യണം. പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇത്രയും അത്ഭുതം ചെയ്തെങ്കിൽ അതും ദൈവം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും കർത്താവ് എനിക്ക് വേണ്ടി ഇത്രയും അത്ഭുതം ചെയ്തിട്ട് ഇനി ഞാൻ പോയി ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അതെന്റെ ദൈവത്തോട് ചെയ്യുന്ന നന്ദികേടായിരിക്കും. അതുകൊണ്ട് എന്റെ വിവാഹം നടക്കുമെങ്കിൽ എനിക്ക് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയെ മതി. അതുകൊണ്ട് അങ്ങനെ ഒരാളെ ദൈവം ഒരുക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, നമുക്ക് ഈ വിഷയം എഴുതിയിരുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വിവാഹം നോക്കാൻ പറഞ്ഞതിന് ശേഷം ഇവര് ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെല്ലാം എഴുതി വെച്ച് ഉപവസിച്ച്, കാരണം അദ്ദേഹവും മാതാപിതാക്കളുടെ ഏക മകനാണ്, 2 സഹോദരിമാരാണ്. ഹൈന്ദവപരമായിട്ട് നിൽക്കുന്ന ആളിന് ഒരിക്കലും ഒരു യേശുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ദൈവസന്നിധിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, യേശുവിൽ അറിയുന്ന ഒരാളെ വേണമെന്ന്. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്റെ കുടുംബത്തിൽ വന്നിട്ട് ഹാലലുയ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം തീരുമാനിക്കുന്നു. നോക്കിക്കേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടിരുന്നു എന്നുള്ളത് എത്രയോ വലിയ സത്യമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല, അദ്ദേഹം എന്നെ കണ്ടില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാര് പറഞ്ഞുറപ്പിച്ച വിവാഹം പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന 2 പേർക്ക് കൂടി ചേരുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്ത് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം തന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ചിലൊക്കെ പോകുവാനും ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെ തുടങ്ങിയത്. എന്നാലും
അതിനുശേഷം ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നുപോയി. ആക്സിഡന്റ് നിമിത്തം അദ്ദേഹത്തിന് ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ പ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പലപ്പോഴും പലരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ കാലിന് വയ്യാത്ത ഒരാളെ വിവാഹം കഴിച്ചത് എന്താണ്, നീ ഇങ്ങനെ ഒരു ആളെ വിവാഹം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കുമെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒറ്റ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ള ഒറ്റ കാരണമാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് ഉണ്ടോ, വീടുണ്ടോ, ജോലിയുണ്ടോ, കാലുണ്ടോ, ഒന്നും ഞാൻ അന്വേഷിച്ചുമില്ല. എനിക്ക് അതൊരു വിഷയവുമായിരുന്നില്ല. അദ്ദേഹം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് പലപ്പോഴും എന്റെ സമപ്രായക്കാരൊക്കെ വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് പോകുമ്പോഴും വിരുന്ന് പോകുമ്പോഴും അവരുടെ ലൈഫ് സന്തോഷമായിട്ട് കൊണ്ടുപോകുമ്പോഴും എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഹോസ്പിറ്റലുകളിലായിരുന്നു. കാരണം അടിക്കടി അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കാലിന് ബുദ്ധിമുട്ട്, നീർക്കെട്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏകദേശം ചിലപ്പോഴൊക്കെ 6 മാസത്തോളം ഒക്കെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയാൽ 6 മാസം വരെ ഞാൻ വീട്ടിൽ വരാതെ ഹോസ്പിറ്റൽ വരാന്തയിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ കടന്നുപോയ സംഭവങ്ങളുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ആദ്യ കാലഘട്ടങ്ങളൊക്കെ. ഏകദേശം 1-2 വർഷം അങ്ങനെയായിരുന്നു. ഹോസ്പിറ്റല്, ഓപ്പറേഷൻ തിയേറ്റർ, മെഡിക്കൽ സ്റ്റോർ, ഇതായിരുന്നു എന്റെ ഒരു ലൈഫിന്റെ സർക്കിൾ എന്ന് പറയാന്. അങ്ങനെ ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ കാലിന് ചില പ്രയാസങ്ങൾ ഉണ്ടായി. വീണ്ടും അതേ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ കാണിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ സ്റ്റീൽ റോഡ് അകത്തിട്ടേക്കുന്നത് റിമൂവ് ചെയ്യാനുള്ള ടൈം ആയെന്ന് പറഞ്ഞു. അങ്ങനെ ആരുമില്ല. അന്ന് എന്റെ വിവാഹം കഴിയുമ്പോൾ എനിക്ക് ഏകദേശം 21 വയസ്സ് പ്രായമാണുള്ളത്. ഒന്നിനെ കുറിച്ച് ഒരു ബോധം ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് വലിയ ഒന്നിനെ കുറിച്ച് ഒരു ചിന്ത, കാര്യമായ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തെ ഓപ്പറേഷന് അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഡോക്ടർ എന്റെ കയ്യിൽ ഒരു കവർ കൊണ്ട് തന്നു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഈ കൈപ്പത്തിയുടെ ഇത്രയും നീളം കാണും. മുട്ടിന്റെ അവിടുന്ന് കൈപ്പത്തി വരെ നീളമുള്ള 2 സ്റ്റീൽ റോഡും ഒരു 10-12 സ്ക്രൂ, അതിലാണെങ്കിലും ബ്ലഡ്, മാംസം എല്ലാം പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇത് വിനോദിന്റെ കാലിൽ അസ്ഥിക്ക് പകരം കടന്ന സംഭവമാണെന്ന്. അത് അയാൾ പച്ചനെ പറിച്ച് എന്റെ കൈ കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ സമയത്തൊക്കെ എങ്ങനെ അത് ഓവർകം ചെയ്ത് ഇപ്പൊ അതൊന്നും ചിന്തിക്കാൻ പോലും ഉള്ള ശക്തി എനിക്കില്ല. പക്ഷെ അന്ന് ആ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ ഓരോരോ കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ജോലിയില്ലാത്തതിന്റെ ഭാരം, എപ്പോഴും ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ചും മെയിൽ വാർഡിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ അദ്ദേഹത്തിന് കൂട്ടിരിക്കുമ്പോൾ വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും എത്രമാത്രം പ്രയാസം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്തരം സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ വലിയവനായ ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ കാലിൽ നിന്ന് പ്ലേറ്റ് ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം ജോലിയും മറ്റു കാര്യങ്ങളും സ്വന്തമായിട്ട് ഒരു വാടക റൂം എടുക്കാൻ പോലുമുള്ള അവസ്ഥയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ, കാരണം ഒന്നിടവിട്ട് അദ്ദേഹത്തെ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഒരു റൂം ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത്, ചെറിയ ഒരു സിംഗിൾ റൂം. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ പാസ്റ്ററാണ് ഞങ്ങൾക്ക് ആ റൂം കാണിച്ചു തന്നത്. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം ചാവി തന്ന് ഞാൻ അത് തുറന്നു നോക്കുമ്പോൾ ഏകദേശം ഒരു സാധനവും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൂം, ഒരു സിംഗിൾ റൂം, ഒരു സാധനങ്ങളും ഇല്ല. ഇവിടെയാണ് നിങ്ങൾ താമസിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച, കർത്താവെ എങ്ങനെ? കാരണം 2 കാലിലും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കാൻ പോലും ഒരു ചെയർ ഇല്ല ആ റൂമിനകത്ത്. ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു മലയാളി കുടുംബമാണ്, അവരോട് ഞാൻ പറഞ്ഞ ബക്കറ്റും ചൂലും വാങ്ങിച്ചു. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ വെള്ളം പിടിച്ച് ആ റൂം എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത്, കാരണം പൊടിയും മാറാലയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതെല്ലാം വാഷ് ചെയ്തെല്ലാം വൃത്തിയാക്കിയിട്ട് ഉണങ്ങാനിടാൻ ഒരു ഫാൻ പോലും ഇല്ലാത്ത അവസ്ഥ. ജനലും വാതിലും എല്ലാം ഞാൻ തുറന്നിട്ട് ആ റൂം ഉണങ്ങിയതിനു ശേഷം ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഞാൻ ഇദ്ദേഹത്തെ എങ്ങനെ അതിനകത്ത് കിടത്തും? കാരണം 2 കാലിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോഴ് എന്റെ പാസ്റ്റർ പറഞ്ഞു, എന്റെ വീട്ടിൽ 2 കട്ടിൽ കിടപ്പുണ്ട്, ഒരെണ്ണം ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി ഒരു കട്ടിൽ എടുത്തോണ്ട് വന്ന് ആ റൂമിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ പലകയുടെ കട്ടിലാണ്, അതിൽ കിടത്താൻ പറ്റത്തില്ല. അപ്പോഴീ തൊട്ടടുത്ത് ഞാൻ ഈ ബക്കറ്റും ചൂലും വാങ്ങിച്ച വീട്ടിൽ ആന്റി എന്നോട് പറഞ്ഞു, മോളെ, ഇവിടെ ഞങ്ങൾ പുതിയ ബെഡ് വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം പഴയത് സൈഡിൽ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ പഴയ ബെഡ് കൊണ്ടുവന്ന് ആ കട്ടിലിൽ കിടത്തി ഇട്ട് 2 പില്ലോയും കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ എന്റെ ബാഗിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം
ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഹാലലിയ അദ്ദേഹത്തെ അതിൽ കിടത്തുമ്പോൾ ഹാലലിയ സ്തോത്രം എനിക്ക് അല്പം സമാധാനമായി. കാരണം 2 കാലിലും പ്ലാസ്റ്റർ ഇട്ട് കുറെ സമയമായിട്ട് അദ്ദേഹം ഇങ്ങനെ കാലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹാലലിയ നീര് കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ബെഡിൽ കിടത്തുമ്പോ എനിക്ക് അത്രയും സമാധാനമായി. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് മെഡിസിൻ കൊടുക്കണം, അതിനു മുമ്പ് ഫുഡ് കൊടുക്കണം. എന്റെ കയ്യിലാണെങ്കിൽ ഒരു സ്തോത്രം എന്റെ കയ്യിൽ ഒരു സ്പൂണ് പോലും ഇല്ല. ഹല്ലേലൂയ. ഞാൻ അടുത്ത കർത്താവിനോട് ചോദിച്ചു, അടുത്ത ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴ് ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് മാസങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം കിടന്നത് കൊണ്ട് അവർക്ക് ഞങ്ങളെ നല്ല പരിചയമായിരുന്നു. അപ്പൊ അവരറിഞ്ഞു ഞങ്ങൾ ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ആയെന്ന്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ബോക്സ് നിറയെ അത്യാവശ്യം 2 പ്ലേറ്റ് 2 ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള ചില അത്യാവശ്യം പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ പാത്രങ്ങൾ ലഭിച്ചു. ഇനി ഗ്യാസ് വേണം, കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം. അപ്പോഴേ ഈ അടുത്ത വീട്ടിൽ ആന്റി തന്നെ പറഞ്ഞു, 5 കിലോയുടെ ബർണറൊക്കെ ഉള്ള 5 കിലോയുടെ ചെറിയ മിനി സിലിണ്ടർ ഇവിടെ ഇരിപ്പുണ്ട്, അത് നിറച്ചിട്ട് നിങ്ങൾക്ക് 2 പേർക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അവരതും തന്നു. ഹാലലുയ. അത് തന്നപ്പോൾ ഈ ബോംബെയിൽ നിന്ന് പോയത് കൊണ്ട് അന്ന് ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. എന്നാൽ അവര് ഹാലലുയ പെട്ടെന്ന് ഞാനൊരു പേപ്പറിൽ അത്യാവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി ഞാൻ ഹാലലുയ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ദൈവമക്കളെ കർത്താവിന്റെ കൃപയാൽ 1.5 മണിക്കൂർ മുമ്പ് ഞാൻ ആ റൂം തുറന്നു നോക്കുമ്പോൾ അടിച്ചു വാരാൻ ഒരു ചൂല് പോലും ഇല്ലാതിരുന്ന ആ റൂമിൽ എങ്ങനെ അദ്ദേഹവുമായിട്ട് താമസിക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് കിടക്കാനും അതിനകത്ത് ഫുഡ് ഉണ്ടാക്കി 1.5 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഫുഡ് റെഡിയാക്കി മെഡിസിൻ കൊടുത്ത് അദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് അവിടെ ചെയ്തു തരും. ഒരു പരിചയമില്ലാത്ത സ്ഥാനത്ത് ആരെയും ഞങ്ങൾക്ക് അവിടെ പരിചയമില്ല, ഞങ്ങളുടെ ബന്ധുക്കാരോ ആരുമില്ലായിരുന്നു. അന്യദേശത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ കരുതി ആ റൂമിൽ ഏകദേശം 4-5 മാസത്തോളം ഞങ്ങൾ അപ്രകാരം ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം ഹാലലൂയ അദ്ദേഹത്തിന്റെ കാലൊക്കെ ഒരുവിധ സൗഖ്യമാകുന്ന ഒരു പരുവം വന്നപ്പോ സ്റ്റിക്കിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബോംബെയിലുള്ള വീട്ടിലേക്ക്, കാരണം ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ല, അപ്പൊ മുന്നോട്ട് പോകുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ ഭവനത്തിലേക്ക് തന്നെ. മുംബൈയിൽ എൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അവര് നല്ല ജോലിയിലുള്ള ആൾക്കാരായിരുന്നു. ഞാനും പഠിച്ച് നല്ല ജോലിയിലായിരുന്നു. അത്യാവശ്യം വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചു വളർന്ന എനിക്ക് കർത്താവ് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്തു പോകുവാന് കൃപ തന്നു. ഹാലലുയ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വരുന്ന ആ ഒരു സമയത്തിലും ഹാലലുയ സ്തോത്രം, എന്റെ ഭവനത്തില് സ്ഥിതിയൊന്നും മാറ്റമില്ലായിരുന്നു. രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തി പൂജ ചെയ്യുക, മണിയടിക്കുക, മന്ത്രം ചൊല്ലുക, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രാവിലെയും വൈകുന്നേരവും ഞാൻ ബൈബിള് വായിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ വന്നിട്ട് ഹാലലുയ വിളക്ക് കൊളുത്തിയിട്ട് അമ്പലത്തിലെ പാട്ടുകൾ ഇടും. എനിക്ക് സ്വസ്ഥമായിട്ട് ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാതിരിക്കുന്ന ഒരു അവസരത്തില് ഒരു ദിവസം എനിക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഒരു വെള്ളിയാഴ്ച ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ വന്നിട്ട് വിളക്ക് കൊളുത്തിയിട്ട് അമ്പലത്തിലെ പാട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പൊ ഞാൻ കർത്താവിന് ബൈബിള് കൈ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവെ നീ ജീവനുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് ഹാലലിയ എൻ്റെ റൂമിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ 33 കോടി ദൈവങ്ങളുടെയും വിഗ്രഹങ്ങളും ഫോട്ടോയും മാലയും പൂജയും എല്ലാം ഉണ്ട്. അതിന്റെ മധ്യയാണ് ഞാൻ ബൈബിള് വായിക്കുന്നത്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അപ്പ, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ ഇന്ന് മുതൽ നീ എൻ്റെ കുടുംബത്തിൽ വാഴണം. അതല്ല ഇവിടെ ഇരിക്കുന്ന ഈ കല്ലിനും മണ്ണിനുമാണ് ശക്തിയെങ്കിൽ അത് ഇവിടെ വാണോട്ടെ. കർത്താവ് ഞങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രായത്തിന്റെ അറിവില്ലായ്മയാണോ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചർച്ചിലേക്ക് കടന്നുപോയി. അന്ന് ഞങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്നെ പരിശുദ്ധാത്മാവിൽ നിറയുവാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങൾ ചർച്ചിൽ പോയി ശക്തമായിട്ട് അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഞങ്ങൾ കടന്നുപോയതിനു ശേഷം എൻ്റെ മമ്മി വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവീ വ്രതം എടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഞങ്ങൾ കടന്നുപോയതിനു ശേഷം മമ്മി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് സഹസ്രനാമത്തിന്റെ പുസ്തകം എടുത്തിട്ട് മന്ത്രം ചൊല്ലി തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ ചർച്ചിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാവിലെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടാണല്ലോ പോയത്, യേശു ജീവനുള്ള ദൈവമാണെങ്കിൽ എൻ്റെ യേശു ഇതിൽ വാഴണം, അതല്ല ഇവിടെ ഇരിക്കുന്ന ഇതിനാണ് ശക്തിയെങ്കിൽ അത് വാഴണമെന്ന് പറഞ്ഞിട്ട് പോയി. എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഞങ്ങൾ ചർച്ചിൽ
ശക്തമായിട്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ മമ്മി വീട്ടിലിരുന്ന് വിളക്ക് കൊളുത്തിയിട്ട് സഹസ്രനാമത്തിന്റെ പുസ്തകം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൊളുത്തി വെച്ച വിളക്ക് മറിഞ്ഞു വീണിട്ട് ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന സകല ഫോട്ടോയും കത്തി നശിച്ചു. സകല മാലയും പൂജയും കർപ്പൂരവും ചന്ദനത്തിരിയും പട്ടും വിളക്കും എല്ലാം എന്തെല്ലാം അമ്പല സംബന്ധമായിട്ടുണ്ടായിരുന്നു, എന്തെല്ലാം ക്ഷേത്ര സംബന്ധമായിട്ട് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു, സകലവും കത്തി നശിച്ചു. സകലവും കത്തി നശിച്ചു. അവസാനം എൻ്റെ മമ്മിയുടെ കയ്യില് മമ്മി താഴെ ചമ്മറം മടഞ്ഞിരുന്ന് ഇങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്നാണ് ഇത് കത്തുന്നത് കണ്ടുകൊണ്ട് എൻ്റെ മമ്മി എന്ത് ചെയ്ത് ഈ ബുക്ക് എടുത്തിട്ട് തീ അണയ്ക്കാനായിട്ട് വീശുമ്പോൾ ഈ യിലുണ്ടായിരുന്ന ബുക്കും കത്തി, മൊത്തത്തിൽ കത്തി നശിച്ചതിന് ശേഷം ആ തീ തനിയെ അണഞ്ഞു. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് ഷോക്കേസ് ഉണ്ടായിരുന്നു, കബോർഡ് ഇരിപ്പും ഉണ്ടായിരുന്നു, സോഫ സെറ്റി ഉണ്ടായിരുന്നു. എങ്ങോട്ടും തീ പടർന്നു പിടിച്ചില്ല. ആ ഒരു ഫ്ലാറ്റില് ആ ഒരു മുറിക്കുള്ളിൽ ആ വിളക്ക് കൊളുത്തുന്ന ആ ഭാഗത്ത് മാത്രമായിട്ട് ആ തീ കത്തിയതിന് ശേഷം മൊത്തത്തിൽ ഹാലിൽ നശിപ്പിച്ചതിന് ശേഷം ആ തീ തനിയെ അണഞ്ഞു. ഞങ്ങൾ ചർച്ചിൽ പോയി ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരുമ്പോൾ എൻ്റെ കുടുംബത്തിനകത്ത് ഭയങ്കര തീയും പുകയും പടലും ഒക്കെ. ഞാൻ വിചാരിച്ചു എന്താ ഇത്, ഓടി വരുമ്പോ എൻ്റെ മമ്മി ഭയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്നേരം പറഞ്ഞു നിങ്ങൾ ചർച്ചിൽ പോയതിനു ശേഷം ഞാൻ വന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്ക് മറിഞ്ഞു വീണിട്ട് ഇവിടെ എല്ലാം കത്തി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എല്ലാം നശിച്ചോ? കാരണം ഞങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം അവിടെ വിലപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ പോയെന്ന്. അപ്പം മമ്മി പറയുക അതൊന്നും കത്തിയില്ല, ഇവിടെ അമ്പല സംബന്ധമായിട്ട് എന്തെല്ലാം ഇരുന്ന് അത് മാത്രമേ കത്തിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഓർമ്മ തന്ന്. രാവിലെ ഞാൻ പറഞ്ഞിട്ട് പോയത് യേശു ജീവനുള്ള ദൈവമാണെങ്കിൽ യേശു ഈ കുടുംബത്തിൽ വാഴണം, ബാക്കിയെല്ലാം ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഏലിയാവിന് മാത്രമല്ല അവൻ തീ കൊണ്ട് ഉത്തരം അരുളുന്നത്, സത്യസന്ധമായിട്ട് അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഇന്നും തീ കൊണ്ട് ഉത്തരം അരുളുവാൻ എൻ്റെ യേശു ശക്തനായ ദൈവമാണെന്ന് എൻ്റെ കൺമുന്നിൽ എൻ്റെ ദൈവം തെളിയിച്ച് അന്നു മുതൽ ഇന്നു വരെ എൻ്റെ കുടുംബത്തിനകത്തുനിന്ന് സകല വിഗ്രഹാരാധനകളെ തുടച്ചു മാറ്റുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അന്നത്തോടെ എൻ്റെ കുടുംബത്തിലെ എല്ലാ വിഗ്രഹാരാധനകളും കർത്താവ് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്തും ഹല്ലേലൂയ പബ്ലിക്കായിട്ട് ചർച്ചിൽ വരുവാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഭയമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ പപ്പയൊക്കെ അയ്യപ്പ സേവാ മണ്ഡലിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഹല്ലേലൂയ ഇതൊക്കെ വിട്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ പേടിച്ചിട്ട് അവര് ഭവനത്തിൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ പബ്ലിക്കായിട്ട് വരത്തില്ലായിരുന്നു. എല്ലാ വിഗ്രഹങ്ങളെയും ചാരമെല്ലാം കൊണ്ടുവന്ന് അമ്പലക്കുളത്തിൽ ഉപേക്ഷിച്ചു. എൻ്റെ ഭവനത്തെ ദൈവം ശുദ്ധീകരിച്ചു. എന്നിട്ട് ഏകദേശം ചില ദിവസങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞതാണ് വിനോദ് വിവാഹം കഴിഞ്ഞാൽ തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ കർത്താവിന്റെ കൃപയാൽ ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് തന്നു. ഒരു ആൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും ദൈവം ഞങ്ങൾക്ക് അതിശയകരമായിട്ട് തന്ന്. ആദ്യത്തെ എൻ്റെ ഈ സംഭവത്തിന് ശേഷം 2-3 മാസങ്ങൾ ചില മാസങ്ങൾ കടന്നുപോയി. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. എന്നാൽ ഹല്ലേലൂയ എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു സമയത്ത് ഹല്ലേലൂയ സ്തോത്രം അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ലെഫ്റ്റ് ഐസിൽ ചെറിയൊരു ഇങ്ങനെ പ്രാണിയൊക്കെ കുത്തിയതുപോലെ ഒരു റെഡ് കളർ ഡോട്ട് ഇങ്ങനെ വരുവാനിടയായി തീർന്നു. എന്നാൽ ചില ദിവസങ്ങൾ അങ്ങനെ കഴിയുമ്പോൾ ഈ ഡോട്ട് ഇങ്ങനെ വലുതായിട്ട് വലിയൊരു വൃത്തത്തിൽ കണ്ണിന്റെ കൺപോളയിൽ വന്നിട്ട് അതിനകത്ത് എന്തോ ഒരു ഫ്ലൂയിഡ് പോലെ ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ട് ഹല്ലേലൂയ കണ്ണിന് ഭാരം കാരണം കണ്ണിന്റെ ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് മൂടി പോകുവാനിടയായി തീർന്നു. പലരും എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയ ദൈവത്തെ വിട്ടുപോയത് കൊണ്ടാണ്, കുടുംബം വിട്ടത് കൊണ്ടാണ്, പാരമ്പര്യം വിട്ടുപോയതാണ്, ഒന്ന് മാറി പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ നിന്ദിച്ചു പരിഹസിച്ചു. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാതെ മാറത്തില്ല, ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ഹല്ലേലൂയ. പക്ഷെ ഓപ്പറേഷൻ ചെയ്താൽ ഒന്നെങ്കിൽ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച പോകും, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹല്ലേലൂയ കർത്താവിനോട് ആ ഡോക്ടറോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു. 2002 എൻ്റെ മമ്മിക്ക് ദൈവം സൗഖ്യം കൊടുത്തു ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന്. ഒരിക്കലും ചേർത്ത് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ 2 കാലുകൾ ഹല്ലേലൂയ ദൈവം എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും ദൈവം സൗഖ്യമാക്കും. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ഹല്ലേലൂയ എനിക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു നീ മാടാണെന്ന് പറഞ്ഞു എന്നെ കളിയാക്കി. അവര് പറഞ്ഞു എന്ത് വന്നാലും ഞങ്ങൾ റിസ്ക് എടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഈ ഹോസ്പിറ്റലിൽ വരത്തില്ല, ബട്ട് എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ
കമ്പൽ ചെയ്ത് ഞാൻ ഡിസ്ചാർജ് കാർഡ് എഴുതി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കടന്നുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കരം കോർത്തു പിടിച്ച് എൻ്റെ ഭവനത്തിലിരുന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ സഭയിൽ ആൾക്കാരും ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതുവരെ സഭയിൽ വരാതിരുന്ന, പ്രാർത്ഥനയ്ക്ക് വരാതിരുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് ഈ ഒരു അവസരം വന്നപ്പോൾ അവർക്ക് മാറി നിൽക്കാൻ പറ്റിയില്ല. ദൈവം സകലവും നന്മയ്ക്കായിട്ടേ ചെയ്യത്തുള്ളൂ കേട്ടോ. അതുവരെ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ചർച്ചിൽ വരാനോ യേശുവിനെ അംഗീകരിക്കാനോ കഴിയാതെ ഹല്ലേലൂയ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഹല്ലേലൂയ എൻ്റെ സഭയിൽ ആൾക്കാർ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന പേരക്കുട്ടിയാണ്. അപ്പൊ എൻ്റെ മാതാപിതാക്കൾ എന്നെക്കാളും ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിനെ. അപ്പൊ അവർക്ക് മാറി നിൽക്കാൻ പറ്റിയില്ല. അവര് മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അവര് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്ത് ഹല്ലേലൂയ ആ വീർത്ത് വന്ന് ഹല്ലേലൂയ ഒരു ബോൾ പോലെ കണ്ണിന്റെ മുകളിൽ ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞ് വീർത്ത് വന്ന ആ കണ്ണുകള് പതിയെ പതിയെ വെള്ളം വറ്റി 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 വന്ന് സ്കിന്ന് നോർമലായിട്ട് ഒരു പാട് പോലും ശേഷിക്കാതെ ആ കണ്ണുകൾ തുറക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം അത്ഭുതം ചെയ്ത് ദൈവം സകലവും നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ പിന്നിലും അത്ഭുതകരമായ ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല കേട്ടോ. ഹല്ലേലൂയ അത്ഭുതകരമായിട്ട് എൻ്റെ കുഞ്ഞിനെ ദൈവം വിടുവിച്ചു. അതിനുശേഷം ഹല്ലേലൂയ ഞാൻ ഒരു സമയം പോയെന്നറിയാമെങ്കിലും ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഹല്ലേലൂയ എക്സ്പയർഡ് ആയിപ്പോയി. അതുവരെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തോളമായി ജോലിക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും പാസ്പോർട്ട് എക്സ്പയർഡ് ആയതുകൊണ്ട് അത് റിന്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹവുമായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ അന്നും സ്റ്റിക്കിലാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് പാസ്പോർട്ട് ഓഫീസർ ചോദിച്ചു, ഈ കാലം കൊണ്ട് നിനക്ക് എവിടെ പോകാനാ പാസ്പോർട്ട്, എന്തിനാണ് ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എന്നാലും ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ആ പാസ്പോർട്ട് ഓഫീസർ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു. മനുഷ്യൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നതല്ല നിങ്ങളുടെ ഭാവി കേട്ടോ. നിനക്ക് എവിടെ പോകാനാണ് ഈ പാസ്പോർട്ട് എന്ന് ചോദിച്ച സ്ഥാനത്ത് കർത്താവിന്റെ കൃപയാൽ അതേ പാസ്പോർട്ടില് ഏകദേശം 17 രാജ്യങ്ങളുടെ വിസ സ്റ്റാമ്പ് അടിക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു കേട്ടോ. 17 വിദേശ രാജ്യങ്ങളിൽ പല പ്രാവശ്യമായിട്ട് കടന്നുപോയി ജോലി ചെയ്യുവാൻ തക്കോണം ദൈവം കൃപ ചെയ്ത്. മനുഷ്യര് പറയുന്നത് പറഞ്ഞ് നിന്റെ ഭാവിയെ കുറിച്ച് മനുഷ്യര് പറയുന്നതല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ അതിനുശേഷം ഞങ്ങൾ ദൈവസന്നിധിയിൽ പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിന് ഹല്ലേലൂയ ONGC ഫീൽഡില് ഷിപ്പില് അദ്ദേഹത്തിന് ജോലി ദൈവം ഒരുക്കി. ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് ഹല്ലേലൂയ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാൻ പാടില്ല, ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല, അത്യാവശ്യം പേഴ്സണൽ കാര്യങ്ങൾ തനിയെ ചെയ്യാം, അല്ലാതെ ഒരു ഭാരവും ഒരു ലോഡും കാലിന് കൊടുക്കരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അദ്ദേഹത്തിന് ജോലി കൊടുത്തത് ഷിപ്പിലാണ്. ഹല്ലേലൂയ. എന്നാൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഷിപ്പിൽ ജോലിക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ അത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ ഹെലികോപ്റ്ററിൽ നിന്ന് റോപ്പ് ഇട്ടിട്ട് അതിലൂടെ ഊർന്ന് താഴേക്ക് ഇറങ്ങുക, അതുപോലെ കടലിൽ ഹല്ലേലൂയ ഇത്ര മിനിറ്റോളം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കുക, അതുപോലെ കടലിലൂടെ സ്വിമ്മിങ് ചെയ്യുക. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, 2 കാലിലും അസ്ഥിയില്ലാത്ത ഒരാൾ കടലിൽ കൂടി നീന്തുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ കേട്ടോ. 2 കാലുകളിലും അസ്ഥിയില്ലാത്ത ഒരു വ്യക്തി കടലിൽ നീന്തുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഏകദേശം 18 വർഷമായിട്ട് ഓരോ പ്രൊജക്ടിന് പോകുമ്പോഴും ഇതേ ട്രെയിനിങ് ഇതേ ടെസ്റ്റ് ചെയ്ത് ഹാലിൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നവർക്കാണ് അവർ മറൈൻ പാസ് കൊടുക്കുന്നത്. കർത്താവിന്റെ കൃപയാല് കഴിഞ്ഞ 18 വർഷമായിട്ട് എല്ലാ ടെസ്റ്റുകളിലും A ഗ്രേഡോടെയാണ് ഹല്ലേലൂയ അദ്ദേഹം പാസ്സാകുന്നത്. ഇന്നും ഞാൻ നിങ്ങളുടെ മധ്യേ കർത്താവിന്റെ ഹല്ലേലൂയ സാക്ഷിയായി നിൽക്കുമ്പോൾ സൗദി ഷിപ്പിൽ ഹല്ലേലൂയ അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. ഇന്നും അദ്ദേഹം സൗദിയിൽ ഓഫ്ഷോർ ഫീൽഡിൽ ഷിപ്പിൽ വർക്ക് ചെയ്യാണ്. അനേകരുടെ മധ്യ അത്ഭുതമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ഒരു വിശ്വാസിയായിട്ട് ഹല്ലേലൂയ കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇന്നൊരു മിഷണറി ആക്കി ദൈവം പുറത്തു കൊണ്ടുവന്ന് ഹല്ലേലൂയ സൺഡേ സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല. എന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ 15 വയസ്സ് വരെ നാട്ടിൽ അമ്പലവും പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന ഒരു സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. എന്നാൽ ഏകദേശം 4 ഭാഷകളിൽ ഹിന്ദി, മറാഠി, ഇംഗ്ലീഷും മലയാളം 4 ഭാഷകളിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാനും മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്ത് അയക്കുവാനും അതുപോലെ യൂട്യൂബിൽ മഹനീയ
മഹനീയം വോയിസ് ഓഫ് നേഷൻസ് എന്നുള്ള ഒരു ചാനൽ ഓപ്പൺ ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. ആദ്യം മഹനീയം എന്നുള്ള പേരിൽ ഞാൻ ചാനൽ ഓപ്പൺ ചെയ്ത് മലയാളത്തിൽ മെസ്സേജുകൾ ഇടാൻ തുടങ്ങി, ആഴ്ചയിൽ ഒരെണ്ണം. എന്നാൽ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, വോയിസ് ഓഫ് നേഷൻസ് എന്നുള്ള ശബ്ദം ദൈവം എന്നെ കേൾപ്പിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ 2025 തൊട്ട് മറാഠിയിലും ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും 4 ഭാഷകളിലായിട്ട് കർത്താവിന്റെ വചനം മെസ്സേജുകളായിട്ട് ആ മഹനീയം വോയിസ് ഓഫ് നേഷൻസ് എന്ന ചാനലിലൂടെ ദൈവത്തെ സേവിപ്പാനും അതുപോലെ പ്രയർ ലൈൻസ് ഇപ്രകാരമുള്ള സൂം മീറ്റിംഗിൽ അങ്ങനെ ദിനം പ്രതി കർത്താവിന്റെ ഹല്ലേലൂയ സാക്ഷിയാക്കി ദൈവം നിർത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ അത്ഭുത സാക്ഷികൾ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാക്കി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മമ്മിക്ക്, എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ പിതാവിനൊക്കെ ദൈവം. എൻ്റെ പപ്പയ്ക്ക് ഒരിക്കലും ചെവിക്കുള്ളിൽ വേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ 3 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാര് പ്രൈവറ്റിലും ഗവൺമെന്റിലും നമ്മൾ കൊണ്ടുപോയി കാണിച്ചതാണ്. 3 ENT സ്പെഷ്യലിസ്റ്റുമാര് ക്യാൻസർ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് 4ാമത്തെ സ്കാനിങ് റിപ്പോർട്ട് ഒരു നോർമൽ സ്റ്റാർച്ച് ആക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ഓരോ പ്രിയപ്പെട്ടവരും അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ക്രിസ്തീയ ജീവിതം ഒരു അഭിനയമല്ല, ക്രിസ്തുവിനെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഇന്നും അവന്റെ മഹിമ കണ്ട സാക്ഷികളാക്കി ദൈവം എൻ്റെ മിനിസ്ട്രിക്ക് തന്നിരിക്കുന്ന തീം ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികൾ 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വ്യർത്ഥമല്ല. ഓരോ വചനത്തിന്റെ പിന്നിലും പരിശുദ്ധാത്മാവിന് ഓരോ ഉദ്ദേശമുണ്ട്. ആരൊക്കെ അത് ഹല്ലേലൂയ വിശ്വസിച്ചേറ്റെടുക്കുന്നു, തീർച്ചയായിട്ടും ആ വചനത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു സൺഡേ സ്കൂളും ബൈബിൾ കോളേജും പഠിക്കാത്ത ആ വചനത്തെ ഞാൻ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് ഇന്ന് ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും ദൈവം നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം മുന്നോട്ട് പോയി എങ്കിലും ക്ഷമയോടെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതുപോലൊരു അവസരം തന്ന പ്രിയ സാറിനോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.